ഇന്ന് ഉച്ചയ്ക്ക് എന്തു കൂട്ടാൻ വയ്ക്കും എന്നാലോചിച്ച് തല പുണ്ണാക്കിയ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് പരിപ്പെടുത്ത് പാത്രത്തിലേക്കിട്ടു. കുറച്ച് വെള്ളം ഒഴിച്ച് പരിപ്പൊന്ന് കുതിരാൻ വേണ്ടി വെച്ചു. ഇനി എന്താ ഇതിൻ്റെ കൂടെ ചേർക്കണ്ടേന്ന് ആലോചിച്ച് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ മുരിങ്ങമരം ഇങ്ങനെ ഉയരത്തിൽ നിൽക്കുന്നത് കണ്ടത്. കൊമ്പിൽ നല്ലോണം തളിർത്ത മുരിങ്ങയിലയുണ്ട്. പക്ഷെ അത് ഒറ്റയ്ക്ക് പൊട്ടിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ സഹായം തേടി വെട്ടുകത്തിയെടുത്ത് ചേട്ടൻ ഒരു കമ്പ് മുറിച്ചിട്ട് തന്നു. മുരിങ്ങക്കൊമ്പ് വെട്ടി താഴെയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി വെള്ളത്തിലിട്ട പരിപ്പ് കഴുകി കുക്കറിലേക്കിട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് വേഗം വന്ന് ഞാൻ ഈ മുരിങ്ങയില പൊട്ടിച്ചെടുത്തു. നല്ല തളിർത്ത മുരിങ്ങയില കേട്ടോ. തളിർത്ത മുരിങ്ങയില കണ്ട നമ്മൾ പെണ്ണുങ്ങൾ വിടുമല്ലേ. പരിപ്പ് വെള്ളത്തിൽ നേരത്തെ കുതിർത്തിയിട്ടതുകൊണ്ടാണ് ഞാനിന്ന് മുരിങ്ങയില പരിപ്പിട്ട് വയ്ക്കാമെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ തോരൻ വയ്ക്കുകയോ മുട്ട വറുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും വീട്ടിലൊരു മുരിങ്ങമരം ഉണ്ടെങ്കിൽ കറി വയ്ക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ നമുക്ക് അത് വളരെയേറെ ഉപകാരപ്പെടും അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഈ മുരിങ്ങയില കൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള കറികളാണ് ഉണ്ടാക്കാറുള്ളത്? കറിയാണോ, തോരനാണോ, മുട്ട ചേർത്ത് ചിക്കി പൊരിക്കുന്നതാണോ? എന്താ നിങ്ങൾക്കിഷ്ടം? അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്തായാലും ഈ മുരിങ്ങയില കൊണ്ടുപോയി വേഗം കറി ഉണ്ടാക്കട്ടെ കേട്ടോ.